ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നെറ്റിപ്പട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാം. എന്താ പറയുക, നെറ്റിപ്പട്ടമുണ്ട്, ബോൺസായി ഉണ്ട്, കൊടയുണ്ട്, അതുപോലെ ലോഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പേപ്പർ പേന ചെയ്യുന്നുണ്ട്, സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടീയുടെ അഗർബത്തി മുമ്പത്തി ഉണ്ട്. പിന്നെ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. നൈറ്റി, അണ്ടർസ്കേർട്ട്, പെറ്റിക്കോട്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ബിഗ് ഷോപ്പർ തയ്ക്കുന്നുണ്ട്, ക്ലോത്ത് ബാഗുണ്ട്, പിന്നെ നമ്മുടെ കിച്ചൺ ഏപ്രൺ ഉണ്ട്, കിച്ചൺ ടവലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പൂണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അതുപോലെ ഒരു ഹാങ് ചെയ്യുന്നൊരു മെറ്റീരിയലുണ്ട്. പിന്നെ എന്താ അവിടെ തയ്ക്കുന്ന ഒരുപാട് നമ്മുടെ അവിടെ സ്റ്റിച്ചിങ്ങിൽ ഇതൊക്കെ നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഇതെല്ലാം നെറ്റിപ്പട്ട മോഡലാണല്ലോ. നെറ്റിപ്പട്ട ഒരുപാട് നമുക്ക് ഓർഡർ ഉണ്ട്. ഇത് ആലവട്ടം കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് കോവളത്തുനിന്നും അങ്ങനെയുള്ള കടകളിൽ നിന്നെല്ലാം ഇവരെല്ലാം ഇവിടെ താമസിക്കുവാന്നോ? പോയി വരുവാ. 9:30 to 5:30 ആണ് ഞങ്ങളുടെ സമയം. സ്കൂൾ പോലെ തന്നെ ഈ ഇവിടെ പഠിക്കുന്ന പിള്ളേരെ ഇവിടെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് ടീച്ചറുണ്ട്. ഒരാഴ്ചത്തേക്ക് ടീച്ചറിന് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ സാധനവും ഇവിടെ നമുക്ക് ടീച്ചറുണ്ട് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് അവിടെ പേന ചെയ്യുന്നുണ്ടോ, പേപ്പർ സീഡൊക്കെ ഇട്ടിട്ട് അവിടെ നമ്മൾ പേപ്പർ, അതുപോലെ ഡോൾസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രായമായ അമ്മമാർക്ക് ഇതൊക്കെ ചെയ്യാൻ അവർക്ക് കണ്ടുപിടിക്കില്ലെങ്കിൽ ഡോളിൻ്റെ ഔട്ട്ലൈൻ വരും. അതിനകത്ത് നമ്മൾ പഞ്ഞി നിറച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതോടെ ഈ കുട്ടികളൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പിന്നെ ജ്വല്ലറി മേക്കിംഗ് ഉണ്ട്. ജ്വല്ലറി അവർ മേക്ക് ചെയ്യും. അതിൻ്റെ ബാങ്കിൽ അതുപോലെയുള്ള പിന്നെ മാറ്റ് തയ്ക്കുന്നുണ്ട് അവിടെ. അത് ഹാൻഡ് മെയ്ഡാണ്. പിന്നെ അത് ഇലക്ട്രിസിറ്റിയിലല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധ എല്ലാ ജോലികളും ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു, അന്താക്ഷരി കളിക്കുന്നു. നമ്മുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ വന്നതെന്ന് വെച്ചാൽ പുറമെ യൂട്യൂബേഴ്സ് കുറച്ച് പേര് ഭയങ്കര മോശപ്പെടുത്തി ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു. അപ്പം നമ്മളത് നേരിട്ട് വന്ന് കണ്ട് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ അതിശയം തോന്നി. എന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കരമായിട്ട് ഇവിടെ ഫുഡ് കൊടുക്കുന്നില്ല, കുട്ടിക്ക് കറക്റ്റ് ഫുഡ് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് ഈ എന്താ പറയുക, കിട്ടാത്ത മുന്തിരി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നമ്മുടെ കേരളത്തിൽ തന്നെ 3 ലക്ഷത്തിന് മേലെ ഒരു 4 ലക്ഷത്തിൽ താഴെ കുട്ടികളുണ്ട്, ഡിസേബിൾഡ് ആയിട്ടുള്ള പല വെറൈറ്റി കുട്ടികളുണ്ട്. ഈ 4 ലക്ഷം കുട്ടികളെയും ഞങ്ങളുടെ സാറ്, ഞങ്ങളുടേന്ന് തന്നെ പറയും, ഞങ്ങളുടെ മുതാട് സാറിന് നോക്കാൻ പറ്റില്ല. അപ്പം ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഞങ്ങളെ വിറ്റ് ജീവിക്കുകയാണ് ഇപ്പോൾ. അവര് ശരിക്കും ഞങ്ങളെ വിറ്റിട്ടാണ് അവർ ഇപ്പം ഫുഡ് അടിച്ചുകൊണ്ട് കിടക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് 10 പേരെ വെച്ച് ഈ ഇത്രയും യൂട്യൂബേഴ്സിന് 10 കുട്ടികളെ വെച്ച് നോക്കിയാൽ അവർക്ക് അതിനകത്തുനിന്ന് കുറച്ച് പേരെങ്കിലും അവർക്ക് സ്വീകരിക്കാൻ പറ്റുമല്ലോ. ഇവിടെ 300 കുട്ടികളുണ്ട്. ഇപ്പോൾ 250 പേര് റെഗുലറായിട്ട് വരുന്നുണ്ട്. 50 പേരുടെ അമ്മമാർക്ക് അസുഖമായിട്ടും അതുപോലെ കുട്ടിക്ക് അസുഖമായിട്ടും പിന്നെ ഗ്രാൻഡ് പേരൻസിന് അസുഖമായിട്ടൊക്കെ കുറേ പേര് വരാത്തവരുണ്ട്. അത്രയും കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇത്രയും കുട്ടികൾ. അപ്പം ഞാൻ വേറൊരു പേരോട് ചോദിക്കാം, തൃപ്പൂണിത്തുറ RLV കോളേജ് ഉണ്ട്, അതുപോലെ തൃശ്ശൂരാണെങ്കിലും കലാമണ്ഡലം ഉണ്ട്. അവിടെ ഈ വഴിക്ക് കൂടെ പോകുന്ന എല്ലാവർക്കും അവർ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല, അവർക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം കലാപരമായിട്ട് അല്ലെങ്കിൽ ഡാൻസ് പരമായിട്ട് എന്തെങ്കിലും ഒരു കഴിവുള്ളവർ അവർ പുറത്തുനിന്ന് പഠിച്ച് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് അവിടെ വരുന്നത്. PhD എടുക്കാനോ അതുപോലെയുള്ള ഡിഗ്രി എടുക്കാനാണ് അവർ വരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പുറമെയുള്ള കുട്ടികൾക്ക് കഴിവുള്ളവർ ആർട്ട് സെൻ്ററാണ്. അതുപോലെയുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് പുറത്തേക്ക് കടത്തി വിടുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2-3 വർഷം ഇവിടെ പഠിപ്പിച്ചതിന് ശേഷം സാറ് ആ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു ജോലിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങ് പഠിപ്പിച്ചു അതിന് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മളെ വിടുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആകുന്നവരെ ഈ കുട്ടികൾ ഇവിടെ നിർത്തും. അതിനുശേഷം അവരെ പുറത്തിറക്കിയതിന് ശേഷം അടുത്ത ബാച്ച് വരും. അല്ലാതെ എല്ലാ സമയവും ഇവരെ മാത്രം
മാത്രമാണ് ഇതിനകത്ത്. ഇപ്പോൾ ചിലപ്പോൾ ഒന്നും കഴിവില്ലാത്ത മക്കളുണ്ടാവും, പക്ഷെ അവർ എന്തെങ്കിലും ഒരു കഴിവ് അവരിലുണ്ട്. ആ കഴിവ് കണ്ടുപിടിച്ച് അവരിലുള്ള കഴിവുകളെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പുറമെ നിന്ന് പറയുന്നവർ, ഇപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഇവിടെ വന്നിത് കാണൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു രണ്ട് അമ്മമാർ സംസാരിച്ച കൂട്ടത്തിൽ പുറമേ നിന്നുള്ള ഇത്രയും നികൃഷ്ടമായ നീചമായ രീതിയിൽ സംസാരിക്കുന്ന മനുഷ്യരുണ്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ വഴി അറിയുന്നത്. എന്നെ റെഡ് സ്ട്രീറ്റിലേക്ക് വിളിക്കുന്ന പോലെ നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. മോശമല്ലേ അത് പറയുന്നത്? ഇതുപോലൊരു കുട്ടിയെ പ്രസവിച്ച് വളർത്തി ഈ 14 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അത്രയും കാലം വളർത്തി ഞങ്ങൾക്ക് കേൾക്കുന്ന ഒരു വാക്കാണ്. ഹൃദയത്തിന് ഭയങ്കര വേദനയുണ്ട്. കാരണം ഇങ്ങനെ ഒരു മക്കളുണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾ എന്തെല്ലാം യാതനകൾ സഹിക്കണം. അത്രയും സഹിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. ലാസ്റ്റാണ് ഇത്, ഞങ്ങളുടെ ലാസ്റ്റാണ്. എന്താണിത്? ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്രയായി. അതാണ് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ സാറ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥാപനം ഇനി കേരളത്തിലില്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല. പിന്നെ പുറമെ രാജ്യങ്ങളിൽ പോകണം. അത് സാറ് പറയാറുണ്ട്, പുറമെ രാജ്യങ്ങളിൽ ഒരുപാട് തെറാപ്പികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. അങ്ങനെയൊക്കെ പോകാനുള്ള കഴിവുള്ള അമ്മമാരാരും ഇതിനകത്ത് ഇരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്കിടെ മക്കൾക്ക് മാത്രമല്ലേ ബുദ്ധിക്കോ അല്ലെങ്കിൽ മെൻ്റലിയോ അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള പ്രശ്നമുള്ളൂ? ഞങ്ങൾ പേരൻസിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ചിന്തിച്ചിട്ടല്ലേ ഞങ്ങളുടെ കുട്ടികളെ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മുതുകാട് സാറ് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു സ്വഭാവം, ക്യാമറ ഓഫ് ചെയ്താൽ വേറെ സ്വഭാവം, ഇങ്ങനെയൊക്കെയാണ്. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവരൊന്നും വരട്ടെ, ഇവർ വന്നു കഴിയുമ്പോൾ സാറിൻ്റെ ഞങ്ങൾ ഈ ഫണ്ടാസിയല്ലോ അല്ലെങ്കിൽ ഗ്രാൻഡ് തിയേറ്ററിലോ ഞങ്ങൾക്ക് മീറ്റിംഗ് കൂടും. ആ സമയത്ത് ഞങ്ങളുടെ മക്കൾ ആ സാറിൻ്റെ, ഇപ്പം മാം ആണെങ്കിൽ ഒരു വാക്ക് പറയാണ്, ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഈ മക്കളെ കാണാൻ അതെന്നേരം എല്ലാം ഇവർ സൈലൻ്റാണ്. മക്കളെ കാണാൻ സാധിച്ചു, ഇത്രയും പേരൻസ് ഉണ്ട്, ഇത്രയും മക്കളുണ്ട്. മുതുകാട് സാർ അതങ്ങ് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ഭയങ്കര ഒച്ചയാണ്, ഭയങ്കര കയ്യടി, ആരവം. അതെന്ന് വെച്ചാൽ ആ മക്കളോട് സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെയാണത്. അത്ര മുതുകാടെന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ പറയും. എല്ലാവരും ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പറയുന്നതാണ്, ഇങ്ങനെ മുതുകാടെന്ന് പറയുമ്പോൾ ഈ മക്കൾക്ക് ഇത്രയും സ്നേഹം എവിടെ നിന്ന് വരുന്നു, ഇത്രയും ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്നാണ്. അത്രയ്ക്കും മക്കളോട് സ്നേഹമുണ്ട്. അതുപോലെ മക്കളെയും സാറ് സ്നേഹിക്കുന്നുണ്ട്. ഏതൊരു സ്ഥലത്ത് പോയാലും വീട്ടിലെ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ ആങ്ങളമാരൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു മിഠായിയെങ്കിലും കയ്യിൽ കരുതില്ല. അതുപോലെ സാറ് കൊണ്ടുവരും, മക്കൾക്കും ഞങ്ങൾക്കും കൊണ്ടുവരും. ഞങ്ങളും അത് കാത്താണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ സാറ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആ ഒരു രീതിയിൽ നമുക്ക് സ്നേഹമാണ് ഇവിടെ എല്ലാത്തിൻ്റെയും അവസാനം. ഞാനൊരു ബൈബിളിൽ വിശ്വസിക്കുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ ഏറ്റവും വലുതോ സ്നേഹം തന്നെയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ സ്നേഹം ഈ മക്കൾക്കും കൊടുക്കുന്നുണ്ട്. ആ സ്നേഹമാണ് ഇവിടുന്ന് ഈ മാറ്റങ്ങൾക്കിടെ തന്നെ കാരണം. അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെ സ്നേഹിക്കും, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവിടെ ഒരാളെയും പിടിച്ചിരുത്തുന്നില്ല, ഒരു കുട്ടീനെ പോലും പിടിച്ചിരുത്തുന്നില്ല. അവർക്ക് ബിതോവനിലിരിക്കണോ, ബിതോവനിലിരുന്ന് പാട്ട് പഠിക്കാം. അതേസമയം അവർക്ക് ജാലിയോയിലേക്ക് വരണോ, അവർ ജാലിയോയിൽ വന്നിരുന്ന് ഡാൻസ് പഠിക്കാം. അതേസമയം അവർക്ക് കാമലിലേക്ക് പോകണോ, അവിടെ പോയി നിന്ന് അവർക്ക് ഇത് മാജിക് പഠിക്കാം. അതുപോലെ ഇൻസ്ട്രുമെൻസിലേക്ക് വരണോ, ആ ഇൻസ്ട്രുമെൻസിൽ വന്നിരുന്ന് പടം വരയ്ക്കണോ, പടം വരയ്ക്കാം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, കമ്പ്യൂട്ടർ പഠിക്കാനോ അല്ലെങ്കിൽ എന്തിനോ. ഇന്നിപ്പോൾ പറയുകയാണ്, ടീച്ചറെ എനിക്കിന്ന് തെറാപ്പിക്ക് പോകണം, എനിക്കിന്ന് വയ്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, തെറാപ്പിയിലേക്ക് കൊണ്ടുപോകും. അവർക്ക് അവരുടെ ആവശ്യത്തിന് എല്ലാ തെറാപ്പി കൊടുക്കും. അതുപോലെ തന്നെ പേരൻസ് വന്നിട്ട് പറയുന്നത് മനസ്സ് ആകെ കലുഷിതമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് അവിടെ സൈക്കോളജിസ്റ്റിനെ കാണണം, പോകാം സൈക്കോളജിസ്റ്റിനെ കാണാൻ, അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഒരു സമാധാനം. ഇവിടെ ഞങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പേരൻസ് ഇവിടെ വന്നിരിക്കുമോ, ഇത്രയും അച്ഛന്മാർ വന്നിരിക്കുമോ? ഇവിടെ പഠിച്ച ഒരു കുട്ടിയുടെ അമ്മയാണ് ചിത്ര എന്ന് പറഞ്ഞ ടീച്ചർ. അവരാണ് ഒരുപാട് ആരോപണം ഇതിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അവര് ഞങ്ങളുടെ ബാച്ചായിരുന്നു, ഫസ്റ്റ് ബാച്ചായിരുന്നു. ശംഭു ഇവിടെ വരുമ്പോൾ ഏത് രീതിയിലായിരുന്നു ഇരുന്നതെന്നുള്ളത് ഫസ്റ്റ് ബാച്ചിൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം. ചിത്ര ഏത് ടൈപ്പിലാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നതെന്നും ചിത്രയുടെ ഹസ്ബൻഡ് വിജു എങ്ങനെയാണ് വന്നതെന്നുള്ളതും എല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പരസ്യമായിട്ട് അവരെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവരെ വേറൊരു രീതിയിലേക്ക് ആക്കാനോ ഒന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു മോശം അഭിപ്രായം പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ സംസ്കാരം അതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ വന്നു, ചിത്ര വന്നു, വിജു വന്നു, അതുപോലെ ശംഭു വന്നു. ശംഭുവിന് കിട്ടേണ്ടതായ കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ വേറൊരു കാര്യമോടെ പറയാം. ഒരു കമ്പ് വയ്ക്കുമ്പോൾ ഒടിയുന്ന പോലെ ഒരു 30 കമ്പോ അല്ലെങ്കിൽ 50 കമ്പോ വെച്ചാൽ ഒടിയത്തില്ല.
അത് പറഞ്ഞ പോലെ ശംഭു ഇവിടെ വരുമ്പോൾ ഞങ്ങൾ 100 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശംഭു ആണ് വീൽ ചെയറിൽ ഇരുന്നൊരു കുട്ടി. ആ സമയത്ത് ശംഭുവിന് കൊടുക്കേണ്ടതായ തെറാപ്പികളൊക്കെ കൊടുക്കാൻ സമയമുണ്ടായിരുന്നു, അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ബാച്ചുകൾ വന്നു. ആ ബാച്ചുകൾ വന്നു കഴിയുമ്പോൾ ഇപ്പം ഈ 300 കുട്ടികളുടെ മേലെ കയറി ശംഭുവിന് മാത്രം തെറാപ്പി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പം ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഒന്ന് സ്ലോ ആയി വന്നു, എന്നാലും കൊടുക്കുന്നുണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. ആ കുട്ടിയുടെ കാല് നടക്കാം. ഇവിടെ വന്നേ പിന്നെ അവൻ 3-4 അടി വെച്ച് നടന്നു തുടങ്ങി. അവൻ സ്പൂണും കൊണ്ടാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. ആ സ്പൂണും കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്നെല്ലാം മാറ്റി അവൻ കൈകൊണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ അവൻ ഇലക്ട്രിക് വീൽ ചെയർ അല്ലായിരുന്നു, സാധാ വീൽ ചെയറിൽ ആ കുട്ടി വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ വീൽ ചെയർ ഇവിടെയുള്ള കുട്ടികളും അതുപോലെ തന്നെ GREs ഒക്കെ ഉന്തിക്കൊണ്ട് വരുമ്പോൾ അത് കണ്ടിട്ട് സാറ് വേറെ ഇലക്ട്രിക് വീൽ ചെയർ ആരോടോ പറഞ്ഞ് അത് വാങ്ങിച്ചു. ആ വീൽ ചെയർ ആ കുട്ടീനെ ഇവിടെയുള്ള ടീച്ചേഴ്സാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവരുടെ വീട്ടുകാരല്ല പഠിപ്പിച്ചു കൊടുത്തത്. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. ആ ചിത്രയ്ക്ക് ഇവിടെയുള്ള പോരായ്മകൾ എന്തുകൊണ്ട് സാറിനോട് പറയത്തില്ലായിരുന്നു? ഇവിടെ ഇന്ന പോരായ്മകളുണ്ട്, ഇന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, എൻ്റെ ശംഭുവിന് ഇന്ന കാര്യങ്ങൾ അവർ പറയാണ്. മുതുകാട് സാറ് അവരുടെ മുഖത്ത് നോക്കി അവരെ ആക്ഷേപിച്ചു. അത് അവരെ ആക്ഷേപിക്കും. കാരണം അവർക്കിപ്പോൾ അമേരിക്കയിൽ പോയി ഇഷ്ടംപോലെ ഡോളറുകൾ കണ്ടു, ഇഷ്ടംപോലെ സൗഭാഗ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മമാരെയൊക്കെ പുച്ഛം, മനസ്സിലായോ? എന്നാൽ ഇനി അവർക്ക് കിട്ടിയ സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടരുത്, ഞങ്ങളൊരിക്കലും നല്ല രീതിയിൽ വരരുത്. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയണത്, ആ ഒരു ജലസിയാണോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ കഠിന ഹൃദയമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിക്കൂടാ, അതാണ് അവരുദ്ദേശിക്കുന്നത്. അതുകൂടാതെ വേറൊരു കാര്യം പറഞ്ഞു, മുതുകാട് സാർ ഈ കുട്ടികൾക്ക് കിട്ടേണ്ട റേഷൻ അരി അടിച്ചു മാറ്റുന്നു. വെറുതെ പറയുന്നത്. മന്ത്രി വന്നിട്ടാണ് അവരിത് പറഞ്ഞത്. അന്ന് സാറ് പറഞ്ഞതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് 1 വർഷത്തിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്, ഈ റേഷൻ അരി തരുന്നത്. അപ്പം ഇപ്പം 5 വർഷമായി ഞാനിവിടെ വന്നിട്ട്. അപ്പം 4 വർഷവും ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെയാണോ അവിടെ ഇരുന്നത്? ഈ ചിത്രയും ഈ ശംഭുവും അതുപോലെ തന്നെ ഈ ബിജുവും അവരുടെ ഫാമിലി മെമ്പേഴ്സ് മിക്കവാറും പേര് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ലേ സാറ്? അന്ന് എങ്ങനെ തന്നു? ആ കോവിഡിൻ്റെ സമയത്ത് കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും സാറ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പലരും വിളിച്ച് പറഞ്ഞ് സ്പോൺസർ ചെയ്തും പല രീതിയിലും. അന്നൊക്കെ 2500 രൂപയുടെയും ഒക്കെ കിറ്റാണ് എല്ലാ വീടുകളിലേക്കും കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന എല്ലാ മക്കൾക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട് സാറ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് പോലും ഗവൺമെൻറ്റിൻ്റെ കിറ്റിനോ അരിക്കോ വേണ്ടിയിട്ട് സാറ് ശ്രമിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു കുറച്ച് നാളത്തേക്ക് അദ്ദേഹം എന്തിനാണ് ഈ അരിക്ക് പോകുന്നത്? നമുക്കത് കേട്ടപ്പോൾ മനസ്സിലായി എന്തോ ഒരു വ്യക്തി വൈരാഗ്യത്തിലാണ് ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞെന്നുള്ളത്. ചിത്ര എന്ന ടീച്ചർ വൈരാഗ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത്രയും അമ്മമാർ വന്നിരിക്കുന്നവർക്ക് അവൾക്ക് കിട്ടിയ പോലെ അവളിപ്പോൾ അവരുടെ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകാണ്ട് ഇവിടെ നിർത്തിയിട്ടാണ് പോയേക്കുന്നത്. ഭാര്യയും ഭർത്താവും അമേരിക്കയിലാണ്. അവർക്ക് കിട്ടുന്നതായ ഡോളറുകളോ അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളോ അവർക്ക് കിട്ടുന്ന തെറാപ്പി അവിടെ അവൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതുപോലെയുള്ള തെറാപ്പികളോ അങ്ങനെയൊന്നും ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിക്കൂടാ. അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം എന്തിനാ? അതിനകത്ത് ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടണേ എന്തിനാ? അവൾക്ക് ജീവിച്ചെങ്കിൽ ജീവിച്ച് പോയിക്കോട്ടെ. അവൾക്ക് പൈസയായി. അവൾ പറഞ്ഞു ഞാൻ പൈസയാവുമ്പോൾ പ്രതികരിക്കും എന്ന് പറഞ്ഞു. അവൾ പ്രതികരിച്ചോട്ടെ. ഞങ്ങളുടെ ഈ അത്താഴപ്പട്ടിണിക്കാരുടെ ഈ പാത്രത്തിലേക്ക് മണ്ണ് വാരിയിട്ടിട്ട് അവൾക്ക് എന്ത് നേട്ടമുണ്ട്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും നന്നായിട്ട് കാര്യങ്ങളെ അറിയാവുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. എന്ത് വേണമെങ്കിലും അവൾക്കിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം അപ്പം സാറ് സാധിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും സാറത് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്, എന്ത് കാര്യത്തിനും. അപ്പം എന്തുകൊണ്ടാണ് അവളിത് പറയാതിരുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ കൊടുത്ത് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഇവിടെ പബ്ലിക് എല്ലാ ദിവസവും കയറുന്നുണ്ട് തിങ്കളാഴ്ച വെച്ച്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതുപോലെ ഡെസ്കിനകത്ത് തുണി വിരിച്ചിട്ടിട്ട് അതിനകത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഐറ്റംസ് ഇവിടെ വെക്കും. അപ്പോൾ പബ്ലിക് ഇവിടെ കയറുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രയ്ക്കൊക്കെ നല്ല കഴിവുള്ളതാണ്. പേന ഉണ്ടാക്കാൻ അറിയാം, പിക്ചറുകൾ വരയ്ക്കാൻ അറിയാം, വാട്ടർ പെയിൻ്റ് അറിയാം, പെയിൻറ്റ്, അതുപോലെ തന്നെ പിന്നെ എന്താണ് ആർട്ട്, കുപ്പിയിലൊക്കെ ആർട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് ചിത്ര. അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പടങ്ങൾ വരച്ചു. 20,000, 22,000, 30,000 അങ്ങനെ അവളുടെ പടങ്ങൾക്ക് അല്ലെങ്കിൽ അവളുടെ ആ സാധനത്തിൻ്റെ വിലയനുസരിച്ച് സാധനത്തിന് വില മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം അത്ര മോശമായിരുന്നെങ്കിൽ അങ്ങനെ മേടിക്കാൻ പറ്റും. ഇപ്പോഴും വരച്ച പിക്ചർ ഇവിടെ ഇപ്പം 4,000 രൂപയുടെ
പിക്ചറിൽ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതുപോലെയുള്ള എന്തുമാത്രം പിക്ചറുകളാണ് വരച്ച് കാശ് മേടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഒന്നും ഇതൊരു ദോഷ സ്ഥലമാണെന്ന് മനസ്സിലായില്ലായിരുന്നു. അവളുടെ കുട്ടി ഈ ഓണം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 2ാമത്തെ ആഴ്ചയിലാണ് ആ കുട്ടീനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അത്രയും കാലം എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചത്? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഇപ്പം നമുക്കൊരു സ്ഥാപനത്തിൽ 1 വർഷം നിന്നു, 2 വർഷം നിന്നു, ഇത്രയും വർഷം നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് അത് ആപ്റ്റല്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? നമ്മൾ ആ സ്ഥലത്ത് നിന്ന് അവരെ മാറ്റും, അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകും. എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? ഇപ്പം എവിടെയെങ്കിലും എന്താ പറയണത് അതായത് അവർക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടി, അവർക്ക് നേടേണ്ടതായ. പിന്നെ വേറൊരു കാര്യമൂടെ ഞാൻ മാമിനോട് പറയാം. ഇവിടെ വന്നിട്ട് നെഗറ്റീവ് മാത്രം കാണാനും ഇവിടെയുള്ള അമ്മമാർ സംസാരിച്ചതിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുക്കാനും അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി മാത്രം വന്നവരാണ് അവർ. അങ്ങനെ കുറച്ച് പേരുണ്ട്. കുറച്ച് പേര് ഒരുപാട്. ഞാൻ വേറൊരു കാര്യമുണ്ട്. ഒരാൾ പറഞ്ഞു ഓട്ടിസം, അതുപോലെ സെറിബ്രൽ പാൾസി, അതുപോലെ ഡൗൺ സിൻഡ്രം, അങ്ങനെയൊക്കെയുള്ള ഞാൻ പറഞ്ഞ ഒരു അസുഖമാണ്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിരുന്നാൽ അതൊരു സുഖമില്ലാത്ത കുട്ടിയാണ്, അതിനൊന്ന് ഇരുത്തണം എന്നല്ലേ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഓട്ടിസം എന്ന അവസ്ഥയിലുള്ളൊരു കുട്ടിയാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഒരു അസുഖമുള്ളൊരു കുട്ടിയാണ് അത്ര പോലും. ഞാൻ പറഞ്ഞു ഓട്ടിസം മാത്രമല്ല ഒരു അസുഖം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 2 ആഴ്ചയെങ്ങാണ്ടെന്ന് നിന്നോളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ബാലു എന്ന് പറഞ്ഞ ഒരു അച്ഛൻ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അയ്യോ അവിടെ ഇരുന്ന് ഘോരം പ്രസംഗിക്കുന്ന അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക. 28 വയസ്സ് വരെയും ആയുള്ളൊരു മകൻ്റെ അമ്മയാണ് ഞാൻ, ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടി. എനിക്കറിയാം ഇത്രയും സ്കൂളുകൾ മാറിയാണ് ഞാനിവിടെ വന്നത്. ഏതൊക്കെ രോഗമുണ്ടെന്ന് ഏതൊക്കെ അവസ്ഥയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചില ഈ എന്താ പറയണത് ബാലിശമായ കാര്യങ്ങളെ പറ്റി പറഞ്ഞ് ഞങ്ങളുടെ സാറിനെ തളർത്താൻ നോക്കി. ഒരിക്കലും ഞങ്ങൾ തളരില്ല, ഞങ്ങൾ ഒരിക്കലും തളരില്ല. ഞങ്ങൾ ഈ ഇരിക്കുന്ന അമ്മമാരാരും അതിനോട്ട് ചെവി കൊള്ളുന്നു പോലുമില്ല, ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. അത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇനി ഇരിക്കുന്ന അമ്മമാരുടെ അടുത്ത് ആരുടെ അടുത്ത് ചോദിച്ചാലും ഇതേ പറയാനുള്ളത്. സിന്ധു പോയോ? നല്ല ഇവിടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കുക. അവർ ഇവിടുത്തെ വിദ്യാഭ്യാസം അവർ പഠിപ്പിക്കും.